ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിപ്പിമോള് പറയുകയാണേ, ഇന്നലെ ഡാഡിയും മമ്മിയും ഒറ്റയ്ക്കായിരുന്നല്ലേ, അമ്മാമ്മ പറഞ്ഞു. എന്താടി പറഞ്ഞത്, ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞിട്ട് ഓടിക്കുകയാണ് കേട്ടോ ചിപ്പിമോളെ ഇഷിത. അതിനുശേഷം മഹേഷിനോട് രാമനാഥൻ ചോദിക്കുകയാണ്, മോനെ ആദിയുടെ കാര്യം ഇഷിതയോട് പറയണ്ടേ? അപ്പോൾ മനസ്സിനില്ല, സ്വപ്നവല്ലി പറയുന്നുണ്ട് പറയണം മോനെ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വേണ്ട, അത് ഞാനൊന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇഷിത അതിന് റിയാക്ട് ചെയ്തത് ഭയങ്കര പ്രശ്നമായിട്ട് തന്നെയാണ്. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇഷിത അവിടെ നിന്ന് പോകും എന്നൊക്കെ മഹേഷ് അച്ഛനോട് പറയുകയാണേ. ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇഷിത അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ചിപ്പിമോൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ അമ്മ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മഞ്ജിമ അവിടെ നിന്നിട്ട് അമ്മേനെ നോക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇഷിതയ്ക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ സ്വപ്നവല്ലി. അപ്പോൾ മോളെ ഇഷിതേ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചേ ഉള്ളൂ, അതേ 4 ദോശയേ ഉള്ളൂ, മോളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട എന്ന് പറയാം കേട്ടോ. മഞ്ജിമയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ രാമനാഥനാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് പറയാണ്, അമ്മായിമ്മ മരുമകളെ പീഡിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, മിക്കവാറും അമ്മായിമ്മ തോൽക്കും. അത് ഉറപ്പല്ലേ എന്ന് മഹേഷ് പറയും കേട്ടോ. ഇതേ കണ്ടില്ലേ ദോശ നോക്കിയേ. അപ്പോൾ അമ്മ എത്ര എണ്ണം കഴിച്ചു? ഞാൻ 2 എണ്ണം കഴിച്ചു. ഇനി 2 എണ്ണം മഞ്ജിമയ്ക്ക് എന്ന് പറയും കേട്ടോ. ഇനി 2 എണ്ണം എനിക്കും. അങ്ങനെ 4 ദോശയുള്ളൂ എന്ന് പറയും കേട്ടോ. അയ്യോ, അമ്മ രാവിലെ 2 ദോശ കഴിച്ചോ? അയ്യോ, ഞാൻ അമ്മനോട് പറഞ്ഞതല്ലേ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വണ്ണം കുറയ്ക്കണമെന്ന്, 1 ദോശ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. അയ്യോ മോളെ, ഞാനത് മറന്നുപോയി, ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് പറയാം കേട്ടോ. ശരി എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് രാമനാഥനും മഹേഷ് അവിടെ ഇത് ചിരിക്കുകയാണ്. മഞ്ജിമയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ദേഷ്യം വരുന്നിട്ടുണ്ട്. സ്വപ്നവല്ലിയോട് ഇഷിത പറയും, ഇനി മുതലേ അമ്മ 1 ദോശ കഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ. ശരി മോളെ, മോളൊരു കാര്യം ഈ ദോശ കഴിച്ചോന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജിമ അവിടെ നിന്നിട്ട് പറയും, 2 എണ്ണം എനിക്കുള്ളതാണേന്ന് പറയും കേട്ടോ. അപ്പോൾ ഇഷിത മഞ്ജിമയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷിത പറയുന്നുണ്ട്, അതെ മഞ്ജിമ ചേച്ചിയുടെ ടെമ്പറേച്ചർ ഞാൻ ഇന്നലെ നോക്കിയതാണ്, കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ദോശ കൊടുക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വപ്നവല്ലി വിളിച്ച് പറയും, നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട, ഇത് മോള് കഴിക്കട്ടെ, നിനക്കിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം തരില്ല, കാരണം നിൻ്റെ പനിയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ 4 ദോശയും ഇഷിതയ്ക്ക് സ്വപ്നവല്ലി വിളമ്പി കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ നോക്കിയിരുന്ന് മഹേഷും രാമനാഥനും ചിരിക്കുന്നുണ്ട്. ഇഷിതയുടെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കാനുണ്ട്. പത്രത്തിൽ ഓരോ വാർത്തകളൊക്കെ കാണുമ്പോൾ ഇഷിതയുടെ അമ്മ പറയുന്നുണ്ട്, പത്രം ശരിക്കും പറഞ്ഞാൽ വായിക്കരുത്, വാരഫലം മാത്രം വായിച്ചാൽ മതി, എന്നെ പോലെ കണ്ടില്ലേ സന്താന സൗഭാഗ്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇനി വേണമെങ്കിൽ നമുക്കതൊക്കെ ആവാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സുജി അവിടേക്ക് വരിയിട്ടുണ്ട്. എന്താ ഇളയമ്മയെ സംസാരിക്കുന്നത്, എന്നോട് കൂടി പറയുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മഹേഷും ഇഷിതയും കൂടി വരുന്നുണ്ട്, ചിപ്പിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിപ്പി എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, മനസ്സിനമ്മയുടെ അടുത്തേക്ക് കുറച്ച് നാളായി പോയിട്ട് എന്ന് പറയട്ടോ. അപ്പോൾ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയട്ടോ. ഇഷിതനോട് പ്രതികാരം ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇഷിതയും പറയും, അന്നത്തെ മഹേഷിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നില്ലല്ലോ, ഞാനും അതൊക്കെ കുറിച്ച് പറയും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫോൺ വരികയാണ്. ആകാശാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയും, ഫോൺ കട്ട് ചെയ്തിട്ടോ, അതെ നിൻ്റെ മകൻ ആദി ഇന്ന് പോകുകയാണ്, അവൻ നിന്നോട് സംസാരിക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്, അന്ന് ചെയ്തതിലൊക്കെ അവന് പശ്ചാത്താപമുണ്ട്, അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കട്ടെ എന്ന് പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ മഹേഷിന് സന്തോഷമാവും. ആകാശമാണെന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഫോൺ കൊണ്ടുകൊടുത്തിട്ട്, മോനൊരു കോൾ ഉണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ മഹേഷ് അപ്പുറത്ത് ഹലോ മോനെ എന്ന് വിളിക്കട്ടോ. നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ വിളിക്കാനായിട്ട്? കൂടെ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് നിങ്ങളെ കാണുന്നത് എന്നെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ട, മേലെ എന്നെ വിളിച്ചു പോകരുത്, ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ ആകാശിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകാശ് ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ട് പറയാണ്, അതെ നിന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുകയാണ് നിൻ്റെ മകന് നീ കരുതിയല്ലേ, ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചല്ലേ, നിന്നെ ഇത് തല്ലാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ മകന് ഞാൻ പാല് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അഷിത മഹേശ്വറിന് ചായ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അഷിത പറയുന്നുണ്ട്, സൂരജിൻ്റെ ക്ലാസ് കഴിയും, അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവന്. അപ്പോൾ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു അച്ഛനോട് ചോദിക്കുക, അച്ഛൻ സമ്മതിക്കുന്നു. ഞാൻ സമ്മതിച്ചത് നിന്നോട് ആരാ പറഞ്ഞത്? ആ വീട് ആരെ വീടാ സത്യത്തിൽ? ഇഷിതയുടെ വീട്, ഡോക്ടർ ഇഷിതയുടെ വീട്, CEO മഹേഷിൻ്റെ വീട്, നിൻ്റെ അച്ഛൻ്റെ വീട്, അല്ലാതെ ആ വീടുമായിട്ട് എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാനിതുവരെ അവിടെ ഒരു വേലക്കാരനായിട്ടാണ് നിന്നിരുന്നത്, എൻ്റെ വീട്ടുകാർ ഈശ്വരനോട് അങ്ങനെയൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെ. മകൻ്റെ പട്ടം തന്നു, പക്ഷേ CEO കണ്ടപ്പോൾ എന്നെ ഒഴിവാക്കി എന്നൊക്കെ പറയും കേട്ടോ. അന്നേരം മനസ്സിനെ അവിടെ വന്നിട്ട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുന്നതാണ് സത്യം എന്നുള്ള കാര്യം, ഞാൻ എന്നിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എൻ്റെ മോളെ അവൾ ചതിച്ചു, എൻ്റെ മോളുടെ കുഞ്ഞിനെ അവൾ കൊന്നു, എന്നിട്ട് ചേട്ടനെ അവൾ ചതിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ.
എന്നിട്ടും ഞാൻ അവളുടെ കല്യാണത്തിന് പോയി. പക്ഷേ അവൾ എൻ്റെ മുഖത്തടിച്ചാണ് പ്രതികാരം ചെയ്തത്. അത് ഞാൻ ഒരിക്കലും മറക്കൂല. ഈ വീടിൻ്റെ പടി ഞാൻ അവരെ കയറ്റൂല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അഷിത പറയുന്നുണ്ട്, ദേ എൻ്റെ വീട്ടുകാരെ എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കരുതെന്ന് പറയുമ്പോൾ, അപമാനിച്ച് നീ എന്ത് ചെയ്യും, അത് ഞാൻ കേട്ട് നിന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അഷിത അവിടെ നിന്ന് പോകും. പിന്നീടാണെന്നുണ്ടെങ്കിൽ ഈ മഹേഷും നമ്മുടെ ഇഷിതയും കൂടെ വരികയാണ് കേട്ടോ. മനസ്സിനിയമ്മ ഇത്തിരി പ്രശ്നം കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്നും സാരില്ല, മനസ്സിനിയമ്മയുടെ വാള് ഞാൻ പൂമാലയാക്കി മാറ്റി തരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നീ കണ്ടോ എന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് മനസ്സിനി അവിടേക്ക് വരികയാണേ. വരുന്ന സമയത്ത് ആരാ എന്ത് വേണം എന്ന് ചോദിക്കുകയാണേ. അപ്പം പെട്ടെന്ന് മഹേഷ് ഇങ്ങനെ നോക്കിയിട്ട്, അത് തന്നെ എൻ്റെ ഇളയമ്മ IAS ശങ്കരി ദാസ് എന്ന് പറയും കേട്ടോ. ശങ്കരി ദാസ് IAS ശരിക്കും മനസ്സിനിയമ്മനെ പോലെ തന്നെയുണ്ട്, ആഢ്യത്വമുള്ള ഒരു മുഖമാണ്, നല്ല സൗന്ദര്യം എന്നൊക്കെ പറയാൻ കേട്ടോ. വിശദാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ മനസ്സിൽ നോക്കി, നിങ്ങൾ എന്തേ പറയുന്നത്, എൻ്റെ ഇളയമ്മ ഇതേപോലെയായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇതേപോലെ ആഢ്യത്വമുള്ള മുഖം, സൗന്ദര്യമുള്ള മുഖം, ഇതുപോലെ മയമുള്ള സംസാരം, ഇത്തിരി ദേഷ്യത്തോടുകൂടി സംസാരിക്കുമായിരിക്കും, പക്ഷേ ആ ആഢ്യത്വം മനസ്സിനിയമ്മയ്ക്കുണ്ട്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ കാലിൽ തൊട്ട്, അയ്യോ മോനെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. മനസ്സിനിയമ്മ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഇളയമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് എന്നൊക്കെ പറയുകയാണെ. അങ്ങനെ ഇഷിതയും മനസ്സിനിയമ്മൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അതെ ഇതെൻ്റെ ഭാര്യയാണ്, ഇളയമ്മ ഇഷിതനും കൂടി അനുഗ്രഹിക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇഷിതയും കാലിതൊട്ടൊക്കെ വന്ദിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഹേഷ് വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് നിൽക്കണം കേട്ടോ. വാ മക്കളെ അകത്തേക്ക് വാന്ന് പറഞ്ഞ് മനസ്സിൽ പോകുമ്പോൾ ഇഷിത മഹേഷിൻ്റെ കൈ പിടിച്ച് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ സാധിച്ചു, നീ വായോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് വാ ഇരിക്കും മക്കളെ എന്ന് പറയുമ്പോൾ, ഇത് എൻ്റെ ഇളയമ്മ പറയുന്നത് പോലെ തന്നെ അകത്തേക്ക് വന്നിട്ട് ഇരിക്കി പറയും എന്നൊക്കെ ഇങ്ങനെ മഹേഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ഈശ്വര വരുന്നുണ്ട് കേട്ടോ. മഹേശ്വർ വന്നിട്ട് ചോദിക്കുകയാണ്, നീയോ, നിങ്ങളാണോ വന്നത്, നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ ഇളയമ്മയ്ക്കും ഇതുപോലൊരു മോനുണ്ട്, അലവലാതിയാണ്, പക്ഷേ എൻ്റെ ഇളയമ്മ പറഞ്ഞ സ്ഥലത്ത് നിൽക്കും, മറ്റുള്ളവരുടെ നല്ല സ്നേഹത്തിൽ പെരുമാറാനാണ് ഇളയമ്മ അവനെ പഠിപ്പിച്ചത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മനസ്സിനി പറയുന്നുണ്ട്, മോനെ നീ നല്ല രീതിയിൽ സംസാരിക്കും, മഹേഷ് നിൻ്റെ അനിയനല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ചേട്ടാ എന്നൊക്കെ പറയും കേട്ടോ മഹേഷ്. അപ്പോൾ ഇത് മഹേഷെ സുഖമാണോ എന്നൊക്കെ മഹേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. സുഖമാണ്. ഇഷിത എന്താ സംസാരിക്കാത്തതെന്ന് പറയുമ്പോൾ ഇഷിതയും മഹേഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, നന്നായിട്ട് പോകുന്നു എന്നൊക്കെ പറയട്ടെ. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ സംസാരിക്കണേ. എന്നിട്ട് പറയുന്നുണ്ട്, മോൻ ഇവിടെ ഇരിക്കും, ഇഷിത അവിടെ ഇരിക്കും, മഹേഷിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. മഹേഷ് ഇങ്ങനെ ഇഷിതനെ വിളിച്ചിട്ട്, വാ ഇവിടെ ഇരിക്കും, എൻ്റെ അടുത്ത് ഇരിക്കുന്നു പറഞ്ഞിട്ട് അടുത്ത് തന്നെ വിളിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഈ മഹേശ്വരും മനസ്സിനമ്മയും കൂടെ അകത്തേക്ക് പോകും കേട്ടോ. അകത്തേക്ക് പോകുന്നത് എന്തിനായിരിക്കും, ഇതൊക്കെ കണ്ട് അഷിത ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അഷിത എന്നുണ്ടെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ വന്നാൽ അടിച്ചിറക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ വീടിൻ്റെ പടി കയറ്റിയതെന്നൊക്കെ ഇപ്പം തന്നെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും അകത്തേക്ക് പോയത്. അപ്പോൾ മഹേഷ് പിന്നെ പറയുന്നുണ്ട്, അതെ തല്ലാനാണെന്നുണ്ടെങ്കിൽ ഇഷിത ചോദിക്കട്ടോ, അതെ ഞാൻ ഓടിപ്പോകും, തല്ലൊന്നും കൊള്ളാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ നിന്ന് സ്വയം കൊണ്ടേക്കണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവർ ജ്യൂസും സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ മഹേഷ്, അയ്യോ ഇതെന്തിനാ, ഇതൊന്നും വേണ്ട, എൻ്റെ ഇളയമ ഇങ്ങനെ തന്നെയായിരുന്നു, ഇതുപോലെ ജ്യൂസൊക്കെ കൊണ്ടു തന്നിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കുടിക്കും മക്കളെ എന്ന് പറയും കേട്ടോ. ഇതന്നെ കുടിക്കും മക്കളെ എന്ന് പറയും, ഇതെൻ്റെ ഇളയമ തന്നെ എന്നൊക്കെ പറയട്ടോ. കൂട്ടത്തിൽ ഇഷിത സൂരജിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു മഹേശ്വരനോട് ചോദിക്കുമ്പോൾ, അതിനെന്താ അടുത്ത ആഴ്ച തന്നെ കൊണ്ടുവരാനോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് ഇഷിത ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.